ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ വേറെയാണ്. നമ്മളൊരു കുട്ടി സ്റ്റേക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. ദൂരമൊന്നുമല്ല, നമ്മുടെ പാലക്കാട് ഉദയ റിസോർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഡിംപിളാണ് ഇങ്ങനൊരു സ്ഥലം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്കിവിടെ പോവാം എന്നൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നെങ്കിൽ നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പൊക്കെ ഇടയ്ക്ക് വന്നത് കൊണ്ട് അത് കുറച്ച് ഡിലേ ആയി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നതിൻ്റെ മെയിൻ റീസൺ, നാളെ പിള്ളേർക്ക് October 2 അവധിയാണല്ലോ, പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ ഓർത്തു ഇന്ന് പോവാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ അവർക്ക് പോവാം, നാളെ അവർക്ക് ക്ലാസ് മിസ്സാവുകയില്ല. കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായല്ലോ. അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഡിംപിളും മമ്മിയും ഡാഡിയും വേറെ റൂമിലാണ്. അതിൻ്റെ സീക്രട്ട് റിവീലിംഗ് ഒക്കെ ഡിംപിൾ ചെയ്യും. ഇത് നല്ലൊരു റൂമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ ഒരു എൻട്രൻസ് ഇതാണ്. ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ ആണ് അവിടെ, പക്ഷെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. നേരെ സിറ്റ് ഔട്ട് ആണെങ്കിലും നല്ലൊരു കുട്ടി ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫ കം ബെഡുണ്ട്. ഇവിടെ ഒരു ടീപ്പോയുണ്ട്, നല്ലൊരു ബെഡ്. പിന്നെ എല്ലാ എന്താ പറയുക ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡെൻ്റൽ കിറ്റ്, ഷേവിങ് കിറ്റ്, കോമ്പുണ്ട്, സോപ്പുണ്ട്. പിന്നെ നമ്മുടെ ആയുർവേദിക് മോയ്സ്ചറൈസറുണ്ട്, ആയുർവേദിക് ബോഡി വാഷ് ഉണ്ട്, പിന്നെ ആയുർവേദിക് ഹെയർ ഷാമ്പു ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്. എൻ്റെ ഡ്രസ്സാണ് ഞാൻ ശരിക്കും മിററിൽ കാണിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഒന്ന് ഒതുങ്ങിയിരിക്കണ പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ റിമോട്ട്സും കാര്യങ്ങളും ഇത് നോൺചാറിൻ്റെ മെഡിസിനാണ്. ഇവിടെ ഒരു കുട്ടി ഒരു എന്താ പറയുക, ഒരു ചൂടുവെള്ളം തിളപ്പിക്കാനും ചായയ്ക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും ഉണ്ട്. അതെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തും ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്. ഇത് നമ്മുടെ ARKന്ന് ഇന്ന് ഞാൻ പോയി എടുത്താണ് കേട്ടോ. ചെരുപ്പ് ഹൈറോട്ടിൽ നിന്ന് എടുത്താണ് കേട്ടോ. നല്ല രസമല്ലേ. ഡിംപിൾ ഇതിൻ്റെ വൈറ്റാണ് എടുത്തിരിക്കുന്നത്, ഞാൻ എൻ്റെ പേർപ്പിൾ എടുത്തു. എനിക്ക് എന്നെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സിൽ. ശരിക്കും ഇത് ഇങ്ങനെ ഓപ്പണായിട്ട്, അതായത് നമ്മൾ ഇൻസൈഡ് ബനിയനൊന്നും ഇടാത്തൊരു ടൈപ്പ് ഡ്രസ്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ. സോ ഞാനൊരു ഇന്നർ ബനിയൻ, ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ കുട്ടി വയറുണ്ട്, എന്നാലും സാരമില്ല. കുട്ടി വയറൊക്കെ പോകുമ്പോഴത്തേനും ഇടാന്ന് വെച്ചാൽ 30+ ഒക്കെ ആയി പോവും. പിന്നെ ഇവിടുന്ന് നേരെ വരുമ്പം ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ കാണാം, അത് അവിടെ ഇരിക്കട്ടെ. ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്. കാണിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ ഓർക്കും, പക്ഷേ ഇതൊരു കാണിക്കേണ്ട കാഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് വാഷിംഗ് യൂണിറ്റും നമ്മുടെ ഇതും കാര്യങ്ങളും. പക്ഷേ ബാത്തേരിയാണ്, ഓപ്പൺ ബാത്താണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ശബ്ദം കേൾക്കാം, അവർ കുളിക്കുന്നുണ്ട് അപ്പുറത്ത്. അവരിതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലാണ്. നല്ല വലിയ ഷവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, വളരെ പീസ്ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സമയത്ത് എനിക്ക് വീട് വാങ്ങിക്കണം. അതായത് നമ്മൾ മണ്ണാട് താമസിക്കുമ്പോൾ തന്നെ വീട് വാങ്ങിക്കണം എന്നുള്ളൊരു മോഹം വന്നപ്പോൾ പല ഡ്രീംസും ഉണ്ടല്ലോ, അതിലൊരു ഡ്രീം ആയിരുന്നു കേട്ടോ നമ്മുടെ വാഷ്റൂമിൽ നല്ല വലിയ മിറർ വെക്കണം എന്നുള്ളത്. എന്തെങ്കിലും വീട് വെക്കുമ്പം പറ്റുമായിരിക്കും അല്ലേ. കുറേ പേര് ഫങ്ഷൻ അന്ന് എൻ്റെ ഈ മൊബൈൽ കവർ കണ്ടിട്ട് ചോദിച്ചിരുന്നു എവിടെ നിന്നാണെന്ന്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പേജൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇന്നിട്ട് ബ്ലാക്ക് ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്ക് അതിലേറെ ഇഷ്ടമായ ഒരു ടോപ്പ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി സ്റ്റേക്കേഷന് നിങ്ങൾക്കും വെൽക്കം കേട്ടോ. ഇനി പറ്റുന്നത് പോലെ പിള്ളേരൊക്കെ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞൊരു സുഖമില്ല, അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. ഹെൽത്ത് ഓക്കെ ആവാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ കുഴപ്പമില്ല, ഫാർ ബെറ്റർ നമ്മൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വന്നാലേ, അപ്പം എൻജോയ് ചെയ്യണം. നല്ല പുറത്ത് നല്ല വ്യൂ ആണ് കേട്ടോ. ഞാൻ കാണിക്കാം, നടക്കുമ്പോൾ എൻ്റെ ചെരുപ്പിലെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ കാണിക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഫ്ലാഷ് ഓൺ ആക്കേണ്ടി വരും.
ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു പാത്തിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി പോവുക. ഇവിടെ വെള്ളം, അതിനകത്ത് ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇവിടെ കൂടുതലും ഔട്ട്ഡോർ വെഡ്ഡിങ്സ് ആണ് നടക്കുക. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു കുഞ്ഞ് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ചെയറും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. പലതരം അതായത് എന്താണ് പറയുക, നമ്മളിപ്പോൾ പല റിസോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ പല ഫെസിലിറ്റീസ് പറയത്തില്ലേ, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫുഡ് വലിയൊരു ഉദയ റെസ്റ്റോറൻ്റ് എന്നാണ് ഞാൻ കണ്ടത്. പിള്ളേർക്ക് പാർക്ക്, വലിയ സ്വിമ്മിങ് പൂള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു കുട്ടി സ്ഥലത്ത് കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം കുറേ ഇവൻറ്റ്സൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതിലും ഭയങ്കര സംഭവമാണ്. ഡിമ്പിളും മമ്മിയും ഡിമ്പിളും മമ്മിക്കും ഡാഡിക്കുള്ള റൂം ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് തരുന്ന ഒരു റൂമായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണണം. എപ്പോൾ ഡിമ്പിൾ ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ചിലപ്പോൾ ഇടുന്നതിന് മുമ്പ് ഡിമ്പിളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇനി പറ്റിയാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യും. അപ്പുറത്ത് പിള്ളേർ പൂളിൽ കളിക്കുന്നുണ്ട്, ഞാൻ കാണിക്കാം. എനിവേ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പും പുറത്തെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഔട്ട്ഡോർ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇൻഡോർ വെഡ്ഡിങ്സും പരിപാടിയും ഒക്കെ ഉണ്ട്, ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിലും റൂംസാണ്. നമ്മൾ താമസിക്കുന്നത് ഇങ്ങനൊരു കോട്ടേജിലാണ് കേട്ടോ. കോട്ടേജ് എന്ന് പറയാം. അതിലോട്ട് പോണത് എൻട്രൻസ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഈ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. പുറത്തൊരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ആ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. എപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അവിടെ ഓപ്പൺ കിച്ചണാണ് എൻ്റെ അറിവിൽ. സോ ഭയങ്കര കാര്യമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഓഫീസാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിവേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരെ കാണിക്കാൻ, പിള്ളേരെ റൂം കാണിക്കണില്ല, ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. നോക്കാം നമുക്ക്.